എല്ലാവർക്കും പുതിയൊരു ലെറ്റ്സ് പ്ലേ സീരീസിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പം നമ്മൾ ഇപ്പോഴത്തെ ലെറ്റ്സ് പ്ലേ സീരീസിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ പ്രാവശ്യം ചെയ്യാത്ത കാര്യങ്ങൾ ചെയ്യാനാണ്. അതായത് വിതറിനെ കൊന്നിട്ടില്ല, അതുപോലെ വാർഡനെ കൊന്നിട്ടില്ല. അപ്പോൾ നമുക്ക് അതിനെ കൊല്ലാം. ഞാൻ ഇപ്രാവശ്യം മരുഭൂമിയിലാണ് സർവൈവ് ചെയ്യാൻ പോകുന്നത്. ഡെസേർട്ടിൽ ഞാൻ അങ്ങനെ സർവൈവ് ഇതുവരെ ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഇത് ചെയ്യാൻ നോക്കാം. അപ്പോൾ നമുക്ക് ഇത് പൊട്ടിച്ച് കഴിഞ്ഞാൽ സ്റ്റിക്കെല്ലാം കിട്ടും. സ്റ്റിക്കിൻ്റെ എങ്ങനെ കിട്ടും? മരം ഉണ്ടാക്കാൻ അവിടെ ഒരു പോർട്ടലിൻ്റെ ഇത് കാണുന്നുണ്ട്. അപ്പോൾ നമുക്ക് അവിടെ ചെസ്റ്റ് ഉണ്ടാവും. ചെസ്റ്റ് കണ്ടുപിടിക്കാം. ഒരു വില്ലേജ് എൻ്റെ സ്പോണിൻ്റെ അടുത്ത് തന്നെ ഉണ്ടല്ലോ. അപ്പോൾ വില്ലേജ് കണ്ടുപിടിക്കാൻ പോകേണ്ട ആവശ്യമില്ല. വില്ലേജ് ഉണ്ട്. ഇവിടെ ചെസ്റ്റ് ഉണ്ടാവും. നോക്കാം നമുക്ക്. ചെസ്റ്റ് ഇവിടെ എവിടെയെങ്കിലും ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അതെവിടെ ഉണ്ട്. ഓ, പിക്കാക്സ് കിട്ടി, ഭാഗ്യം. ഒരു ആക്സ് ഉണ്ട്. ഓ, ഇതെല്ലാം ആവശ്യമുള്ള സാധനങ്ങളെല്ലാം കിട്ടി. ഇപ്പോൾ ഇതെല്ലാം ആവശ്യമുള്ള സാധനങ്ങൾ തന്നെയാണ്. നമുക്ക് ഈ ചെസ്റ്റും കൂടി എടുത്ത് വെക്കാം. ഞാൻ വില്ലേജിലേക്ക് പോവാം. വില്ലേജിലെത്തി. കുറേ ഹെവി ലിഡ്സ് ഉണ്ട്. ഓ, സോംബീസ് എല്ലാം രാവിലെ തന്നെ, ഫസ്റ്റ് ഡേൻ്റെ തന്നെ സോംബീസ് അല്ല. ഇങ്ങനെ കൊല്ലണം, കൊല്ലാതെ പറ്റില്ല. നോക്കിയേ അയങ്കോളത്തിൻ്റെ അടുത്തേക്ക് പോവാം. അപ്പം അതതിനെ കൊന്നോളും. അതാ വില്ലേജറിൻ്റെ വീട്ടിലല്ലോ പോകുന്നു. വന്നിട്ട് കാര്യമുണ്ട്? ഇല്ല, അതാ വില്ലേജറിനെ കൊല്ലാനാന്നുണ്ട്. അതിനെ അങ്ങനെ വിട്ടൂടാ, കൊല്ലാൻ സമ്മതിച്ചൂടാ ഗൈസ്. അത് അങ്ങനെ നമ്മളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല, ഇത് ചെയ്തോളും. അപ്പം അതിൻ്റെ കഥ കഴിഞ്ഞു. ഇപ്പോൾ ഞാനെല്ലാം കളക്ട് ചെയ്തു. നല്ല ലാഗ് ഉണ്ട്. ഈ ഷെയ്ഡറിൻ്റെ പ്രശ്നമാണെന്ന് തോന്നുന്നു. ഇന്നെല്ലാം നമ്മൾ കട്ടെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ബെഡ് വെച്ച് ഉറങ്ങാം. നൈറ്റായി. ഇങ്ങനെ ഫസ്റ്റ് ഡേ ഞങ്ങൾ സ്കിപ്പ് ചെയ്തിരിക്കുന്നത്. ഇനി എന്താ എൻ്റെ കയ്യിൽ എന്തെല്ലാം ഉണ്ടെന്ന് കാണിച്ചു തരാം. ഒരു ഡയമണ്ട് എങ്ങനെ കിട്ടി ഫസ്റ്റ് തന്നെ. അയൺ ആർമർ പുറത്തേക്ക് പോയാൽ ചെസ്റ്റുള്ള കിട്ടി അയണിൻ്റെ. അത് നമുക്ക് കിട്ടാം. ഇതിട്ടു. ഇനി ഒരു ബൂട്ടും കൂടി കിട്ടി, അതിട്ടു. അതുപോലെ പ്രധാനപ്പെട്ട സാധനമുണ്ട്. നമുക്ക് ഓക്കിൻ്റെ സാപ്ലിങ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിന് മരത്തിൻ്റെ പഠിക്കണം. ഞാൻ ഇത് കിട്ടുമെന്ന് വിചാരിച്ചിട്ടില്ല, പ്രതീക്ഷിക്കാതെ കിട്ടി. ഇവിടെ കൃഷിയൊക്കെ ചെയ്യുന്നുണ്ട്. ഒരു വീട് കെട്ടാനൊരു സ്ഥലം കണ്ടുപിടിക്കണം. അതിൻ്റെ അടുത്തായിട്ട് എവിടെയെങ്കിലും വീട് എവിടെ വെക്കുന്നതാണൊരു സംശയം. വീട് അയങ്കോളം, നേരത്തെ അയങ്കോളം രക്ഷിച്ചത്. അയങ്കോളം നമ്മൾ രക്ഷിച്ചു. അവിടെ കുറച്ച് ഡേർട്ടുള്ള സ്ഥലമുണ്ട്. അപ്പോൾ നമുക്ക് അവിടെ സാപ്ലിങ്ങെല്ലാം കുറച്ച് നടാം. ഓക്കിൻ്റെ കുറച്ച് ഇതുണ്ട്. നമുക്ക് 4 കിട്ടിയ 4 നട്ടു വെക്കാം. ഇപ്പം തന്നെ വീട് കെട്ടാനാകുമ്പോഴേക്ക് നമുക്ക് വുഡ് കിട്ടിക്കോളും. ഞാൻ വുഡ് ഉപയോഗിച്ചിട്ട് വീടിന് അധികം വുഡ് ഉപയോഗിക്കുന്നില്ല. ഡോറുണ്ടാക്കാനോ എന്തെങ്കിലും ഉപയോഗിക്കുന്നുള്ളൂ. പിന്നെ നമുക്ക് ഇതെല്ലാം ഉണ്ടാക്കേണ്ട ബാക്കി സംഭവങ്ങൾ ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് വുഡ് ആവശ്യമുണ്ട്. ഒരു ഡെസേർട്ടിലുള്ളൊരു സൈസ് വീട് കെട്ടാനാണ് ഉദ്ദേശിക്കുന്നത്. ഇങ്ങോട്ടൊന്നും ഇല്ല. താഴെ വെള്ളമുണ്ട്. നമുക്ക് ഇങ്ങോട്ട് എവിടെയും വീട് കെട്ടണ്ടെന്ന് തോന്നുന്നു. മറ്റേ കുഴികളാണ്. കുഴികളിലൊന്നും വീട് കെട്ടണ്ടെന്നാണ് തോന്നുന്നത്. അങ്ങോട്ട് പോകും. ഇങ്ങോട്ട് പോയിട്ടൊന്നും കാര്യമില്ല. നമുക്ക് തിരിച്ചു പോകാം. നേരത്തെ ഇപ്പോൾ സാപ്ലിങ് നട്ട സ്ഥലത്ത് ഇതിൻ്റെ അടുത്തായിട്ട് വീട് കെട്ടാൻ തോന്നുന്നു. ഇറങ്ങി വരാം. ഇത് പൊട്ടിച്ച സ്റ്റിക്ക് കിട്ടും. സ്റ്റിക്കിൻ്റെ ഇനി നമ്മൾ മരത്തിൻ്റെ ആവശ്യമില്ല സ്റ്റിക്ക് ഉണ്ടാക്കാൻ. ഇവിടെ വെള്ളമുണ്ട്. വെള്ളം നമുക്ക് ഇവിടെ വീട് കെട്ടാൻ തോന്നും. സ്റ്റോൺ കളക്ട് ചെയ്യാൻ തുടങ്ങിയ അതുകൊണ്ടാ ഈ പിക്കാക്സ് ഒറ്റ ടച്ചിന് പൊട്ടുന്നുണ്ട്.
ഇതിന് അൺബ്രേക്കിംഗ് 3 എഫിഷ്യൻസി 3 ഉണ്ട്. എൻചാൻമെൻറ്റ് ഗോൾഡിൻ്റെ ഒരു പിക്കാക്സ് ആയി എന്നുള്ള പ്രശ്നമില്ല ഇതിന്. വേറെ ഇത് സൂപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. നമുക്ക് കുറച്ച് സ്റ്റോൺ കളക്ട് ചെയ്ത് വെക്കാം. ഇതിനെ കുറച്ചുകൂടി ഈസി ഉണ്ട്. സ്റ്റോണിൻ്റെ ആവശ്യമുണ്ട്, അല്ലെങ്കിൽ ഇനി മുമ്പിലോട്ട് പോകാൻ കഴിയില്ല സ്റ്റോണില്ലാതെ. ഫസ്റ്റ് തന്നെ പിക്കാക്സ് കിട്ടിയത് വാങ്ങി, അല്ലെങ്കിൽ ഞാനിപ്പോൾ മറ്റേ ഡെസേർട്ട് ടെമ്പിളിൽ അതിലെല്ലാം പോകേണ്ട ആവശ്യമുണ്ട്. ഡെസേർട്ട് ടെമ്പിൾ തന്നെയാണ് പറയുന്നത്. അതിൻ്റെ അടുത്ത് അതിൻ്റെ ചെസ്റ്റ്. അങ്ങനെ ഞാൻ വീട് കെട്ടി. അതാണ് നമ്മുടെ വില്ലേജ്. ആ വില്ലേജിൻ്റെ നേരെ സൈഡാനായിട്ട് നല്ല ലാഗുണ്ട്. ഞാൻ ചെറിയൊരു വീടാണ് ഉണ്ടാക്കിയത്. അധികം ഡെക്കറേഷനൊന്നും ചെയ്തിട്ടില്ല. എൻ്റെ വീട്ടിൻ്റെ അടിയിൽ തന്നെ ആയിട്ട് ലഷ് കേവ് ഉണ്ട്. അപ്പോൾ ഞാൻ അവിടെ നിന്ന് ആ മരം കൊണ്ടുവന്ന് മരത്തിൻ്റെത്. അപ്പോൾ ഇതാണ് വീട്. അപ്പോൾ ആ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ഉടൻ തന്നെ വരുന്നതായിരിക്കും.